ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും പിരിഞ്ഞു എന്നുള്ള കുപ്രചാരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളാണെന്നും ക്രിസ് ദിവ്യയെ ഉപദ്രവിച്ചു എന്നുള്ള കണ്ടെത്തലുകളുമായാണ് യൂട്യൂബേഴ്സ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും എന്തിനാണ് ഇല്ലാത്ത വാർത്ത പടച്ചുവിടുന്നതെന്നുമായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ഫേസ്ബുക്കിൽ യൂട്യൂബ് വീഡിയോയുമായാണ് ദിവ്യ എത്തിയത്. പനിയൊക്കെയായി മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങുകയായിരുന്നു. അതിനിടയിൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിരുന്നു. എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. തിരിച്ചു വിളിച്ചപ്പോഴാണ് ദിവ്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചത്. ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞത് രാജ് ടോക്സ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചോ? അടിച്ചത് രാജ് ടോക്സിലെ മുതലാളി കണ്ടോ? ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ? എൻ്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എൻ്റെ നെറ്റിയിലാണോ മുഖത്തോ ശരീരത്തിലോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. ഇല്ലാത്ത കഥകൾ കുത്തി പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ക്രിസ് വേണുഗോപാലും ദിവ്യയും എന്തു ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുന്നതെന്തിനാണ്? ദിവ്യ ശ്രീധരൻ്റെ ലൈഫ് പൊട്ടിപ്പോയോ? അവർക്കെന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാഞ്ഞിട്ട് കിടക്കപ്പുറുതിയില്ല. ഒറിജിനൽ മുറിവാണെന്നാണ് അവർ പറയുന്നത്. ഒന്ന് വന്ന് നോക്ക്. ധീര എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടൻ ഒത്തിരി താങ്ക്സ്. അതിന് ഇത്രയും ഒറിജിനാലിറ്റി കൊണ്ടുവന്നതിന്. വെബ് സീരീസിൽ എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്ന രംഗമുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു മേക്കപ്പ്. അതുകൂടാതെ ഞാൻ വേഷങ്ങൾ, ജന്മങ്ങൾ, പാട്ടുവെച്ച് റീൽ ചെയ്തിരുന്നു. ഇല്ലാത്തതൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മാസവരുമാനത്തിന് വേണ്ടി ഇല്ലാത്തത് പറയാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത്? ഞാനൊരു സ്റ്റോറി ഇട്ടാൽ എൻ്റെ ലൈഫ് ചിന്നിച്ചിതറിയെന്നാണോ? അന്നത്തിന് വേണ്ടി നമ്മുടെ ജീവിതമല്ല എടുത്ത് കളിക്കേണ്ടത്. ഞങ്ങളുടെ പുറകെ ആരും വരണ്ട. ചാനൽ ഞങ്ങൾ പൂട്ടിക്കും. അറിയാത്ത കഥകൾ എഴുതേണ്ട. ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നിങ്ങളായിട്ടിനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്.